ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതിയേ നമഃ. ആത്മബന്ധുക്കൾക്ക് നമസ്കാരം. സുമനസ്സുകളുടെ ആവശ്യപ്രകാരം നമ്മളെ ദേവി മഹാത്മ്യത്തിൻ്റെ ഒരു പഠനക്രമവും ഒരു പാരായണവും കൂടി നമുക്ക് ആരംഭിക്കാം. ഏതായാലും പുണ്യമായിട്ടുള്ള നവരാത്രി കാലം വരാൻ പോവുകയാണല്ലോ. ആ സമയത്തിനകം നമുക്ക് ഒരു പഠനക്രമം എല്ലാവരും കൂടി ചേർന്ന് നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് പലരുടെ അഭിപ്രായ പ്രകാരമാണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ദേവി എന്താണെന്ന് അറിയണമല്ലോ, ദേവി മഹാത്മ്യം. കാരണം പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങൾ. കാരണം എന്താണ് ചെയ്യുന്നത് എന്നറിയണം, എന്തിനാണ് ചെയ്യുന്നത് എന്നറിയണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയണം. അപ്പോൾ എന്ത് എന്നാണെങ്കിൽ ദൈവമഹാത്മ്യമാണ് നമ്മുടെ വിഷയം. ദൈവമഹാത്മ്യം എന്ന് പറയുമ്പോൾ തന്നെ അമ്മയെ പറ്റിയിട്ടുള്ളതാണ്, അമ്മയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന. അമ്മയുടെ മഹത്വം വാക്കുകളെ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എങ്കിലും ഭക്തന്മാർക്ക് ഒരു ഉദ്ദീപനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ശ്ലോകം ഓർക്കുകയാണ്. യത്രാസ്തി ഭോഗോ നച തത്ര മോക്ഷഃ, യത്രാസ്തി മോക്ഷോ നച തത്ര ഭോഗ, ശ്രീ സുന്ദരീ പൂജകതൽപരാണാം ഭോഗച്ച മോക്ഷച്ച കരസ്ഥമേവ. എവിടെ ഭോഗമുണ്ടോ അവിടെ മോക്ഷമില്ല, എവിടെ മോക്ഷമുണ്ടോ അവിടെ ഭോഗവുമില്ല. പക്ഷേ ജഗന്മാതാവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവിടെ മോക്ഷവും ഭോഗവും സാധിക്കുന്നു എന്നാണ്, രണ്ടും കൊടുക്കുന്നു എന്നാണ്. അമ്മ ഭുക്തി മുക്തി പ്രദായിനിയാണ്. അങ്ങനെയുള്ള ജഗന്മാതാവിൻ്റെ മാഹാത്മ്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഥവാ പാരായണം ചെയ്യുന്നത്. ഇതിന് മാർക്കണ്ഡേയ പുരാണത്തിൽ 134 അധ്യായങ്ങൾ, 6800 ശ്ലോകങ്ങളും അങ്ങനെയാണ് ഉള്ളത് മാർക്കണ്ഡേയ പുരാണത്തിൽ. ആ മാർക്കണ്ഡേയ പുരാണത്തിലെ 134 അധ്യായങ്ങളുള്ളതിൽ 78 മുതൽ 90 വരെയുള്ള 13 അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യം. അതിന് അമ്മയ്ക്ക് 3 ഭാവങ്ങൾ പറയാറുണ്ട്: മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. പ്രഥമ അധ്യായത്തിന് പ്രഥമ ചരിതം എന്ന് പറയും. അതിന് മഹാകാളി ഭാവമാണ്. പിന്നെ 2, 3, 4 അധ്യായങ്ങൾ മഹാലക്ഷ്മി ഭാവമാണ്. അതിന് മധ്യമചരിതം എന്നാണ് പറയുക. പിന്നെ 5 മുതൽ 13 വരെയുള്ള 9 അധ്യായങ്ങൾ ഉത്തരചരിതം എന്നും ഉത്തമചരിതം എന്നും പറയാറുണ്ട്. അങ്ങനെയാണ് 1, 3, 9 അങ്ങനെ 13 അധ്യായങ്ങൾ ഉള്ളത്. അത് പാരായണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം വേണ്ടത് ഒരു പാരായണ സങ്കല്പമാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ ശാപോദ്ധാര മന്ത്രം, ഉത്കീരണ മന്ത്രം, ആവാഹനം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ശേഷം കവച, അർഗള, കീലകം. അതിന് 3നും ചേർത്തി പറയുന്ന പേര് ത്രയാംഗം എന്നാണ്. ത്രയാംഗം: കവചം, അർഗളം, കീലകം. കവചം എന്നത് നമുക്കറിയാം, ആ പേര് പോലെ തന്നെ സുരക്ഷ നൽകുന്നതാണ് കവചം. അർഗളം എന്നത് ദുരിതശാന്തിയെ നൽകുന്നു എന്നാണ്. പിന്നെ കീലകം, അത് ഉദ്ദിഷ്ട ഫലപ്രാപ്തി, ഇതാണ് അതിൻ്റെ ഫലം. നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം അല്ലേ. ഇനി ഇതിൽ ഭഗവത്ഗീത എന്നത് മഹാഭാരതത്തിൻ്റെ ഇടയിലുള്ള 700 ശ്ലോകമാണല്ലോ. അതുപോലെ ഇത് 700 ശ്ലോകമല്ല, 700 മന്ത്രങ്ങളാണ്. കാർത്യായനി തന്ത്രപ്രകാരം 535 ശ്ലോകങ്ങളും 42 അർദ്ധശ്ലോകങ്ങളും 66 ഖണ്ഡമന്ത്രങ്ങളും 57 ഉവാച മന്ത്രങ്ങളും, അങ്ങനെ മൊത്തം 700 മന്ത്രങ്ങളാണ് ദേവി മഹാത്മ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാജോവാച, ഋഷിരുവാച, ദേവി ഉവാച, ഇതൊക്കെ മന്ത്രങ്ങളിൽപ്പെടും. എന്ന് വെച്ചാൽ അതൊന്നും ഒഴിവാക്കേണ്ടതല്ല എന്ന് സാരം. നമുക്ക് ഒന്ന് ആരംഭിക്കാം. ആദ്യം നമ്മൾ പാരായണ സങ്കല്പം. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം നമ ചണ്ഡികായേ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ഭൂർഭുവസ്വരോം മമോപാത്ത
സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വരി പ്രീത്യത്വം അസ്മാകം സർവേഷാം സകുടുംബാനാം ക്ഷേമസ്ഥൈര്യവീര വിജയ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധ്യർത്ഥം സമസ്ത മംഗളാവാപ്ത്യർത്ഥം. പിന്നെ അവിടെ ഒരു ഭാഗം പൂരിപ്പിക്കാനുള്ളത് നമ്മുടെ നക്ഷത്രമാണ്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ പൂരം നക്ഷത്രമാണെങ്കിൽ പൂരം നക്ഷത്രേ, പൂരം നക്ഷത്രമാകുമ്പോൾ ചിങ്ങം രാശിയിലാണല്ലോ വരിക. അപ്പോൾ ചിങ്ങം രാശവും ജാതസ്യ, ഇപ്പോൾ നമ്മുടെ പേര് കൃഷ്ണദാസാണ്, അതുകൊണ്ട് കൃഷ്ണദാസ് ശർമ്മണ മമ ശ്രീ ജഗദംബ പ്രസാദേന സർവ ആപന്നിവർത്യർത്ഥം സകല ബാധാനിവൃത്യർത്ഥം സർവ അഭീഷ്ടഫലമാപ്ത്യർത്ഥം ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ ഫല പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി പ്രസാദ സിദ്ധ്യർത്ഥം ത്രയാംഗ പാരായണപൂർവകം ശ്രീ ദേവി മഹാത്മ്യ പാരായണം കരിഷ്യേ. അതാണ് അതിൻ്റെ തുടക്കം. ഇനി അതിൽ സ്ത്രീകളാണെങ്കിൽ ശർമ്മണ എന്നതിന് പകരം ആ പേരിൻ്റെ ഒപ്പം അസ്യ യജമാനസ്യ എന്ന് ചേർക്കാം. ഇപ്പോൾ വിഷ്ണുപ്രീത ആണ്, വിഷ്ണുപ്രീത അസ്യ യജമാനസ്യ, അങ്ങനെ. അപ്പോൾ ലക്ഷ്മി അസ്യ യജമാനസ്യ, ശ്രീ അസ്യ യജമാനസ്യ, അങ്ങനെ ചേർക്കാം. ഇപ്പോൾ പുരുഷനാണെങ്കിൽ മുകുന്ദ ശർമ്മണ, സനോജ ശർമ്മണ, അങ്ങനെ. അതാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾക്ക് വന്നു ചേർന്ന ശാപദുരിതങ്ങൾ ഇല്ലാതാക്കാനായിക്കൊണ്ട് ശാപോദ്ധാര മന്ത്രം 7 തവണ ജപിക്കാം. അതാണ് സകല ശാപാത്മക പ്രതിബന്ധ നിവൃത്തയെ ശാപോദ്ധാര മന്ത്രം ജപേത്. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികേ ദേവി ശാപനാശാനുഗ്രഹം ഗുരു സ്വാഹ. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികേ ദേവി ശാപനാശാനുഗ്രഹം ഗുരു സ്വാഹ. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികേ ദേവി ശാപനാശാനുഗ്രഹം ഗുരു സ്വാഹ. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികേ ദേവി ശാപനാശാനുഗ്രഹം ഗുരു സ്വാഹ. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികേ ദേവി ശാപനാശാനുഗ്രഹം ഗുരു സ്വാഹ. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികേ ദേവി ശാപനാശാനുഗ്രഹം ഗുരു സ്വാഹ. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികേ ദേവി ശാപനാശാനുഗ്രഹം ഗുരു സ്വാഹ. ഇപ്പോൾ ആ ശാപോദ്ധാരം ആയി. ഇനി ഉത്കീലന മന്ത്രം, അതെന്തിനാണ്? ഇഷ്ടബലസിദ്ധി പ്രതിബന്ധ നിവൃത്തയെ ഉത്കീലന മന്ത്രം ജപേത്. അതെന്താണ്? ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം ഗുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം ഗുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം ഗുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം ഗുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം ഗുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം ഗുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം ഗുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം ഗുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം ഗുരു സ്വാഹ. ഇങ്ങനെയുള്ള ഉത്കീലന മന്ത്രം നമ്മൾ 21 തവണയാണ് ജപിക്കേണ്ടത്. അതിനുശേഷം ആവാഹനം എന്നുള്ളൊരു ഭാഗമാണ്. നമ്മൾ ദേവിയെ നമ്മൾ പാരായണം ചെയ്യുന്നു. നമ്മുടെ മുന്നിൽ അമ്മ ആഗതയാവണം എന്ന് സങ്കല്പിക്കുക. കാരണം ഈ മന്ത്രാക്ഷരങ്ങളല്ല പ്രധാനം, മന്ത്രാക്ഷരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, പക്ഷേ അതിലുപരിയായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ശുദ്ധിയും ഭക്തിയും, അതിനാണ് വലിയ പ്രാധാന്യം. മന്ത്രം ഇങ്ങനെയാണ്: മന്ത്രാക്ഷരമയീം ദേവീം മാതൃകാരൂപധാരിണിം നവദുർഗാത്മികാം സാക്ഷാൽ കന്യാം ആവാഹയാമ്യഹം. ഇങ്ങനെ നമ്മൾ ആവാഹനം ചൊല്ലുന്നു. മന്ത്രാക്ഷരമയീം ദേവീം മാതൃകാരൂപധാരിണിം നവദുർഗാത്മികാം സാക്ഷാൽ കന്യാം ആവാഹയാമ്യഹം. അപ്പോൾ നമ്മളതിൻ്റെ പ്രാരംഭ കാര്യങ്ങളായി. ഇനി നമ്മൾ കവചം, അർഗളം, കീലകം എന്നുള്ള ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് നമ്മൾക്ക് അടുത്ത സെക്ഷനിൽ. ഹരി ഓം. ശ്രീ മഹാദേവി നമോ നമഃ.